അപ്പൊ ഇത് ഭാഗം 2 ഈ ആ ഭാഗം 2 ഭാഗം ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ ഭാഗം 1 കാണുക. എന്ത്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. യുക്തിവാദിയിൽ നിന്ന് പഠിക്കാതെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുക. ഇതാണ് വിഷയം. അപ്പൊ ഭാഗം 2 ഇത് ഭാഗം 2 ഭാഗം 1 കണ്ടതിന് ശേഷം ഭാഗം 1 കാണുക. ഇനി ഇവ പറയുന്നത് കേട്ടതിന് ശേഷം പരിശുദ്ധ ഖുർആനിലേക്കാണ് ഞാൻ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എത്ര തിന്മ കണ്ടെത്താൻ കഴിയും? 10% കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര തിന്മയാണ്. അങ്ങനെ ഇല്ല ഒന്നാമത്തെ. പക്ഷെ നിങ്ങൾ ഈ ഖുറാനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നന്മയില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് തിന്മയുണ്ട്. തിന്മ എത്ര ഉണ്ട്? തിന്മ ആണ് മെജോറിറ്റി. അപ്പൊ തിന്മ എത്ര ഉണ്ട് എന്നാ പറഞ്ഞത്? ഇപ്പൊ തിന്മ എണ്ണാണ്. ഏത്? പരിശുദ്ധ ഖുറാനിലെ തിന്മ എണ്ണാണ്. അത് ഞാൻ മറച്ചു വെക്കണില്ല. ഇവൻ തിന്മ എണ്ണട്ടെ, അപ്പോഴാണല്ലോ അതിന്റെ നന്മ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പൊ അറിയാത്തൊരാളോടാണ് ഇവൻ പരിശുദ്ധ ഖുറാനത്തെ തിന്മ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് പൊട്ടന്മാരെ മാതിരി തലയാട്ടി ഇങ്ങനെ കേൾക്കുക. സ്വന്തം വായിക്കാനോ മനസ്സിലാക്കാനോ അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയാനോ തയ്യാറാകണം. അതല്ലേ യുക്തി ബുദ്ധി എന്ന് പറയുന്നത്. ഇത് ഒരാള് ഇസ്ലാമിനെ വിമർശിക്കുന്നോ അത് ശരിയല്ല എന്ന് പറയാം, എന്നിട്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തോ തലയാട്ടിയിട്ട് അതന്നെ ശരി എന്ന് പറയാം. ഇത് രണ്ടാള് യോജിച്ചു കണ്ട് പറയല്ലേ. അതുകൊണ്ട് പെണ്ണെ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനത്തെ ആദ്യത്തെ നന്മ നീ കേട്ടോ. ഇവൻ ഒന്നുകൂടി അത് തിന്മ എണ്ണട്ടെ, എന്നിട്ട് ബാക്കി നന്മ പറയാം. നന്മ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടല്ലേ തപ്പണ്ടി വരുന്നു. നന്മയാണ് മെജോറിറ്റി എന്നുണ്ടെങ്കിൽ തപ്പി നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നന്മ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട്, മെജോറിറ്റി തിന്മയാണെന്നാ പറയുന്നത്. അപ്പൊ നന്മ ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവൻ പറയേണ്ടത് ആദ്യത്തെ എന്താണ് വചനം? ഞാൻ ലണ്ടനിൽ പോയി ഒരു മണ്ടത്തരം പറഞ്ഞു. എന്താ മണ്ടത്തരം? പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന വചനമുണ്ട്. അതാണ് ആദ്യത്തെ തിന്മ എന്നാ ഇവൻ പറയേണ്ടത്. അതല്ലേ ഇവൻ പറയേണ്ടത്? എന്നിട്ട് ഇവനോട് ചോദിച്ചു, എവിടെ ആയത്ത് ഇവിടുന്ന് കാണിച്ചോണ്ടാ? ആയത്തും ഇല്ല ഇവനും ഇല്ല, മുങ്ങി അവിടുന്ന്. അങ്ങനെയിട്ട് ഇപ്പോഴും അവന് കാണിക്കാം. അവൻ അതാണ് പറയേണ്ടതാ. ഈ ആയത്തിൽ ഇതാ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതല്ലേ ഏറ്റവും വലിയ തിന്മ? അതല്ലേ പറയേണ്ടത്? പറഞ്ഞിട്ടില്ല. അടുത്ത കേൾക്കുക. അത് തുറക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ഖുർആൻ ഒന്ന് തുറന്ന അടിമ ഗോത്രം പോയി കൊള്ളയടിക്കും, ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന അതെ ഭർത്താവ് ഉണ്ടെങ്കിലും അവരുടെ ഭാര്യയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതാണ് അടുത്തത്. ഒന്നുകൂടി ഈ ചിന്ത മാത്രമേ ഉള്ളൂ ഇവന്. ബലാത്സംഗം ചെയ്യുക, വ്യഭിചരിക്കുക, വ്യഭിചാരം. ഒരു പെണ്ണാണ് പ്രത്യേകിച്ച് മുന്നിലുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഈ മറുപടി പറയാം. സാമാനം മുറിക്കുക, തൊലി കട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യം മാത്രമേ ഇവ സംസാരിക്കുള്ളൂ. നിങ്ങൾ കേട്ടോക്കൂ. ഞാൻ ഇവന്റെ പല വീഡിയോസ് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ തിന്മ എണ്ണാണ്. തിന്മ എണ്ണിങ്ങാണ്ട് ഇതിന്റെ കൃത്യ കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഒന്നുകൂടി തുറന്ന് അതെ അടിമയും ഉടമയും ഒരുപോലെയല്ല. ഇത് ശരിയല്ല. ഒന്നുകൂടി തുറന്ന് അടിമയും ഉടമയും ഒരുപോലെയല്ല. അല്ലല്ലോ. അപ്പൊ ഇവൻ ഉദ്ദേശിക്കുന്ന അടിമ ഏതാണ്? പരിശുദ്ധ ഖുർആൻ പറയുന്ന അടിമ ഏതാണ്? പരിശുദ്ധ ഖുർആൻ പറയുന്ന അടിമ മനുഷ്യനാണ്. അവൻ സ്വയം അടിമയാണ്. ആരടിമയാണ്? ഉടമസ്ഥന്റെ അടിമയാണ്. ഉടമസ്ഥൻ ആരാണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഉടമസ്ഥൻ. ആ ഉടമസ്ഥന്റേതാണ് ഈ കാണുന്ന മുഴുവനും. അപ്പോൾ ബാക്കിയുള്ളവർ അടിമകൾ തന്നെയാണ്. ആ അടിമ എന്ന് സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ സമമാകുമോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരലോകത്തിന്റെ സൃഷ്ടാവും ഈ നമ്മുടെ സൃഷ്ടാവും ഒരുപോലെയാണോ? ഞാനും നമ്മളെല്ലാവരും അതും ഈ സൃഷ്ടാവും അല്ലല്ലോ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയല്ലേ മനുഷ്യന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളെ ശ്രദ്ധ പരിശുദ്ധ ഖുർആനിലേക്ക് കൊണ്ടുവരാം. എന്താണ്? അടിമയും ഉടമയും ഒന്നല്ല. ഇത് ആരാണ് പറയണത്? ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അത് ഏത് രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആനാണ്. അധ്യായം 31 ലുക്മാൻ. അതിൽ 13-ാമത്തെ വചനം എന്താ പറയുന്നത്? പെണ്ണെ നീ കേട്ടോ. ഇവൻ ഏതായാലും കേട്ടിട്ട് കാര്യമല്ല, ഇവൻ സമ്മതിക്കൂല. പക്ഷെ നിന്നെ പോലുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കാനെങ്കിലും ശ്രമിക്കുക. വിമർശിച്ചു വായിച്ചോ. എന്നാലും അത് വായിച്ചു കണ്ടത് അതിൽ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാല്ലോ. നന്മ ഉണ്ട് എന്നില്ലേ? വേണമെങ്കിൽ സ്വീകരിച്ചോ ഈ നന്മ. എന്താണ്? ഒരു വാപ്പ
മകൻ ഉപദേശിക്കുന്ന രംഗം എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല കാണിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ വചനങ്ങളാണ്. എന്താണ് പറയുന്നത്? ലുക്മാൻ എന്ന് പറയുന്ന പ്രവാചകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിൽ ലുക്മാൻ എന്ന് പറയുന്ന പ്രവാചകൻ അത് മകന് ഉപദേശിച്ച രംഗം അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ ഉപദേശിക്കേണ്ടത്. ആദ്യം തന്നെ ഇവൻ പറഞ്ഞല്ലോ, ഉടമയും അടിമയും ഒന്നല്ല. അതിനുള്ള മറുപടിയാണിത്. ലുക്മാൻ തന്റെ മകനോട് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ കുഞ്ഞുമോനെ, മകനെ വിളിച്ചിട്ട് പറയാൻ ഒരു വാപ്പ, ഒരു പിതാവ് മകനെ വിളിച്ചിട്ട് പറയാണ്, കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവോട് പങ്കു ചേർക്കരുത്. നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. നീ അള്ളാഹുവിനെ സമന്മാരുണ്ടാക്കരുത്. കാരണം അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ഈ ചരാചരങ്ങളുടെ സൃഷ്ടാവാണ്. മനുഷ്യരെയും പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് ആ സൃഷ്ടാവിൽ നീ പങ്കു ചേർക്കരുത് എന്ന് ആദ്യം ഉപദേശം നൽകുകയാണ്. എന്നിട്ടോ, അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമമാണ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കാര്യം മകന് ഉപദേശിച്ച ഉടനെ തന്നെ അടുത്ത വാക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മകന് പറയാൻ മനുഷ്യർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ മുഴുവനും മനസ്സിലാക്കിയതിന് ശേഷം വളർന്നു വരുന്ന മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ ഗുണം എന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കുക. മക്കൾക്ക് ഇതല്ലേ ഉപദേശം നൽകേണ്ടത്? ഇതൊരു നന്മയല്ലേ പരിശുദ്ധ ഖുർആനിത്തത്? ഇത് ഇവൻ പറഞ്ഞു തരുമോ? തരുകയില്ല. എന്താണ് അല്ലാഹു തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ? മകന് പറഞ്ഞു കൊടുക്കുകയാണ്, പിതാവ് മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. മോനെ, അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്ലാഹു തആല തീരുമാനമെടുത്തിട്ടുണ്ട്, കർശനമായി ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം അനുസരിച്ച് മാത്രമാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ ഉപദേശം? ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവന്റെ മുലകൊടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക. എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മോനെ, ഇതും നീ ഓർമ്മ വെക്കണം. നീ വളർന്നു വരികയാണ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അത് തെറ്റാണ്. അതുകൊണ്ട് നീ അത് ചെയ്യരുത്. രണ്ടാമതായി, നിന്നെ പ്രസവിച്ച നിന്റെ മാതാവിനെയും നിന്നെ പോറ്റി വളർത്തുന്ന നിന്റെ പിതാവിനെയും നീ അനുസരിക്കണം മോനെ, അവരെ നീ ബഹുമാനിക്കണം മോനെ. ഇല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു കഠോരമായ ശിക്ഷ നൽകും മോനെ. ഇത് നീ അംഗീകരിക്കണം മോനെ എന്ന് പടിയായിട്ട് ഓരോ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് കേട്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്ന്. പരിശുദ്ധ ഖുർആനിൽ നന്മയുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ പെണ്ണെ? നന്മയുണ്ട്. ഒന്നാമത്തെ നന്മ നീ കേട്ടു, രണ്ടാമത്തെ നന്മ കേട്ടു. ഇങ്ങനെയുള്ള നന്മ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കുക. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുക. ഇതിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് ഭാഗം 2 ആണ്. മൂന്നാമത്തെ കേൾക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.